ഇൻറ്റിഗ്യുമെന്ററി സിസ്റ്റം. അപ്പോൾ സർജറിയിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന പാഠമാണ് ഇൻറ്റിഗ്യുമെന്ററി സിസ്റ്റം. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 10,000 സീരീസ് കോഡ്സ്. ഇപ്പോൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ടേംസ് കാണാൻ പറ്റും. അതായത് എ ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി ആസ് വെൽ ആസ് എ കോർ നീഡിൽ ബയോപ്സി. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഈ പിക്ചറിൽ കാണാം, ഫൈൻ നീഡിൽ ആസ്പിരേഷൻ involve many lumps and bumps are diagnosed via fine needle aspiration which involve the removing cells directly from lump. ഇതൊരു ലംബ് ആണെങ്കിൽ ആ ലംബിലെ സെൽസ് ആണ് എന്ത് നല്ല ഫൈൻ ആയിട്ടുള്ള നീഡിൽ വെച്ചിട്ട് നമ്മൾ ആസ്പിറേറ്റ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് കോർ നീഡിൽ ബയോപ്സി? ഇതാണ് കോർ നീഡിൽ ബയോപ്സിയുടെ നീഡിൽ. സോ ദിസ് ഈസ് കോൾഡ് ദ ലാർജ് ബോർ നീഡിൽ. This is used to obtain a core sample of tissue for histopathological evaluation. So ഇവിടെ നിന്ന് ടിഷ്യൂ ആണ് നമ്മൾ ബയോപ്സിക്ക് റിമൂവ് ചെയ്യുന്നത്. So the codes are 10021 fine needle aspiration biopsy without imaging guidance, and this is for a first lesion. അപ്പോൾ 10021 and 10004 both are fine needle aspiration biopsy. പിന്നെ എന്താണ് വ്യത്യാസം? ആൻഡ് ഇത് ഇമേജിംഗ് ഗൈഡൻസ് ഒന്നും തന്നെ യൂസ് ചെയ്യാത്ത ഒരു ബയോപ്സി ആണ്. ആൻഡ് ഫസ്റ്റ് ലീഷൻ ആണ് 21 ഉപയോഗിക്കുന്നത്. ഈച്ച് അഡീഷൻ ലീഷൻ നമ്മൾ 1004 ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആസ് യു നോ ദിസ് ഈസ് ആൻ ആഡ് ഓൺ കോഡ്. ഒരു പ്ലസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിന് ആഡ് ഓൺ കോഡ് എന്ന് പറയുന്നു. മാത്രമല്ല ഇത് യു ഷുഡ് ഓൾവേസ് യൂസ് ദിസ് ആഡ് ഓൺ കോഡ് വിത്ത് പ്രൈമറി പ്രൊസീജിയർ. ഇവിടെ എന്താണ് പ്രൈമറി പ്രൊസീജിയർ? ഫൈൻ നീഡിൽ ആസ്പിരേഷൻ ബയോപ്സി without imaging guidance. So for each addition lesion we have to use 1004 with 10021 and do not report 1004 or 10021 in conjunction with all these codes. For 1004 and പിന്നെ 1001 ഈ പറഞ്ഞിട്ടുള്ള കോഡുകൾ ഒന്നും ഉപയോഗിച്ച് ഒന്നിന്റെയും കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നെക്സ്റ്റ് കോഡുകൾ. ഓക്കെ, സോ ദീസ് ആർ ദ കോഡ്. ഇപ്പോൾ ഫസ്റ്റ് കോഡ് ഫൈനൽ ഫോർ അൾട്രാസൗണ്ട് ഗൈഡൻസ് ആണ് ഈ കോഡ് വരുന്നത്. ആൻഡ് 10,006 for addition lesion, and these two are for ultrasound guidance. Okay, 1007 and 8 ഇതെന്തിനാണ്? It is also final aspiration biopsy but for including fluoroscopic guidance. And next two code is for including CT guidance, and 10011 and 12 for MR guidance. So always go through the question whether the imaging guidance is given or not, or if given, which type of imaging guidance. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ്, there is a skin subcutaneous and axillary structure, that is incision and drainage code. Okay. Again 10060, this is incision and drainage of abscess. It is simple or single, complicated or multiple. Incision and drainage of pilonodal cyst, simple or complicated. Then incision and removal of foreign body, subcutaneous tissue, simple and complicated. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഇത്, ഡിബ്രൈഡ്മെന്റ്. എന്താണ് ഡിബ്രൈഡ്മെന്റ്? വൂണ്ട് ഡിബ്രൈഡ്മെന്റ്സ് ഈ കോഡ് സെറ്റ് എന്ന് പറയുന്നത് 11042 to 11047. These are reported by the depth of tissue that is removed and by surface area of the wound. These surveys may be reported for injury, infection, wounds and chronic ulcer. അപ്പോൾ ഇൻജുറി, ഇൻഫെക്ഷൻ, വൂണ്ട്, ക്രോണിക് അൾസർ മുതലായവയ്ക്കാണ് നമ്മൾ ഡിബ്രൈഡ്മെന്റ് കോഡ്സ് യൂസ് ചെയ്യുന്നത്. When performing debridement of a single wound, report the depth using the deepest level of tissue removed. അതായത് നമുക്കിപ്പോൾ ഇവിടെ കോഡുകൾ കാണാം, അപ് ടു ബോൺ, അപ് ടു മസിൽ, അപ് ടു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഇപ്പോൾ രണ്ട് വൂണ്ടുകൾ രണ്ട് സൈറ്റിലാണെങ്കിലും ഇപ്പോൾ ദ ഡിബ്രൈഡ്മെന്റ് ഈസ് അപ് ടു ബോൺ, ഡിബ്രൈഡ്മെന്റ് ബോൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. Okay, in multiple wounds, the surface area of those wounds that are at the same depth but do not combine some from different depth.
അതായത് ഒരു വോണ്ട് ബോണും ഒരു വോണ്ട് മസിലും ആണെങ്കിൽ നമുക്ക് സം ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇഫ് ബോത്ത് ആർ സെയിം ഡെപ്ത് വി ക്യാൻ ആഡ് ദം. എക്സാമ്പിൾ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. വെൻ ബോൺ ഈസ് ഡിബ്രൈഡഡ് ഫ്രം എ 4 സ്ക്വയർ സെന്റിമീറ്റർ ഹീൽ അൾസർ from 10 square centimeter ischial ulcer. So both the debridement is at the level bone. ഹീൽ അൾസർ ആണെങ്കിലും ഇഷ്യൽ അൾസർ ആണെങ്കിലും അപ് ടു ബോൺ ആണ് ഡിബ്രൈഡ് ചെയ്യുന്നത്. ബോൺ ഡിബ്രൈഡ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ കൂട്ടാം. അപ്പോൾ 4 + 10 is 14. സോ വി ക്യാൻ ഗോ, നമുക്ക് ആ കോഡുകൾ ടെക്സ്റ്റ് നിന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ 11044 ഇസ് ദ ഡിബ്രൈഡ്മെന്റ് ബോൺ. അപ്പോൾ ഡിബ്രൈഡ്മെന്റ് ബോൺ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം ഡിബ്രൈഡ് ചെയ്യുന്നുണ്ട്? എപ്പിഡെർമിസ്, ഡെർമിസ്, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, മസിൽ ഓർ ഫേഷ്യ. ഓക്കെ, അപ്പോൾ ഇവിടെ അപ് ടു ഫസ്റ്റ് 20 സ്ക്വയർ സെന്റിമീറ്റർ വി ഹാവ് ടു യൂസ് 11044. ഇപ്പോൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് 14 ആണ്. അപ്പോൾ അപ് ടു 20 നമുക്ക് 11044 യൂസ് ചെയ്യാം. സോ ദ കോഡ് ഹിയർ ഇസ് 11044. ഇനി when subcutaneous tissue is debrided from a 16 square centimeter dehisced abdominal wound, 10 square centimeter thigh wound. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഡിബ്രൈഡ്മെന്റ് ആണ്. 16 സ്ക്വയർ സെന്റിമീറ്റർ ഫ്രം അബ്ഡോമിനൽ വൂണ്ടും തൈ വൂണ്ടിൽ നിന്ന് തന്നെ. അപ്പോൾ നമ്മൾ രണ്ട് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 16 + 10 is 26. അപ്പോൾ for debridement subcutaneous tissue the code is 11042. First 20 square centimeter we can use 1104. Here 20 + 6 ആണ്. അപ്പോൾ അടുത്ത 6നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 11045. So the correct answer is 11042, 11045. അപ്പോൾ നമ്മൾ രണ്ട് എക്സാമ്പിൾ കണ്ടു. ഒന്ന് ഡിബ്രൈഡ്മെന്റ് ബോൺ, ഡിബ്രൈഡ്മെന്റ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. അപ്പോൾ ബോൺ ഡിബ്രൈഡ്മെന്റിൽ രണ്ട് അൾസർ ഉണ്ട്, അതായത് ഹീൽ അൾസറും ഇഷ്യൽ അൾസറും. ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഡിബ്രൈഡ്മെന്റിലും അബ്ഡോമിനൽ വൂണ്ടും ഉണ്ട്, തൈ വൂണ്ടും ഉണ്ട്. അപ്പോൾ ഈ 4 വൂണ്ടും ഒരു ദിവസമാണ് ഡിബ്രൈഡ് ചെയ്യുന്നതെങ്കിൽ ഹൗ ക്യാൻ വി കോഡ്? ഓക്കെ, സോ നമ്മൾ ആദ്യം ഉപയോഗിച്ചു എന്ത്? 10004 10045, അതായത് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിന്റെ ഡിബ്രൈഡ്മെന്റ്. ആൻഡ് 11044 ആണ് ബോൺ ഡിബ്രൈഡ്മെന്റ്. ഓക്കെ, സോ വി ഹാവ് 3 കോഡ്. ആൻഡ് 11045 എന്ന് പറയുന്നത് ആഡ് ഓൺ കോഡാണ്. And there is a law. If all the 4 wounds were debrided on the same day, use modifier 59. അപ്പോൾ modifier 59 എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്പിൾ പ്രൊസീജിയർ. ബട്ട് ഈ ഇതിൽ 11045 എന്ന് പറയുന്നത് ആഡ് ഓൺ കോഡാണ്. സോ വി കാണ്ട് യൂസ് മോഡിഫയേഴ്സ് വിത്ത് ആഡ് ഓൺ കോഡ്. ദാറ്റ് ഈസ് ദ ഗൈഡ് ലൈൻ. അപ്പം നമുക്ക് 11045ന്റെ ഒപ്പം 59 മോഡിഫയർ യൂസ് ചെയ്യാൻ പറ്റും. So we can write as 11042, 11045, 1104459 or 11044, 1104259 and 11045. Both are correct. അപ്പോൾ excision debridement codes. 11000, debridement of extensive eczematous or infected skin. അപ്പോൾ eczematous or infected skin debridement ആണെങ്കിലാണ് നമ്മൾ ഈ കോഡ് യൂസ് ചെയ്യുന്നത്. ഇത് എന്താണ്? പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. 10% body surface and each addition to a person we are using 11001. അടുത്തത് debridement of skin, subcutaneous tissue, muscle, fascia for necrotizing soft tissue infection. And debridement including removal of foreign material at the site of open fracture or an open dislocation, skin, subcutaneous tissue, then muscle, fascia, muscle, and up to bone. We have the codes. Then debridement subcutaneous tissue, first 20 square centimeter, each addition square centimeter. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. A 24-year-old patient had an abscess by her vulva which burst. She has developed a soft tissue infection caused by gas gangrene.
The area was debrided of necrotic tissue, infected tissue. All of the pus was removed and irrigation was performed with a liter of saline until clear and clean. The infected area was completely drained and the wound was packed gently with sterile saline moistened gauze and pads were placed on top of this. Correct CPT codes. ഇപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻറ്റിഗ്യുമെൻ്ററി സിസ്റ്റം പഠിക്കുന്നതുകൊണ്ട് ഇൻറ്റിഗ്യുമെൻ്ററി സിസ്റ്റം കോഡ്സ് നോക്കാം. 10061. അപ്പോൾ ഇത് എങ്ങനെയാണ് വായിക്കുക? ഇൻസിഷൻ, ഡ്രെയിനേജ് ഓഫ് ആബ്സസ്, കോംപ്ലിക്കേറ്റഡ് ഓർ മൾട്ടിപ്പിൾ. And 11004 is debridement of skin, subcutaneous tissue, muscle and fascia for necrotizing soft tissue infection. 11042 is debridement subcutaneous tissue. What is the question? It is a debridement of necrotic tissue. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എ ക്യാൻസൽ ചെയ്യാണ്. ആൻഡ് ഹിയർ ദ ക്വസ്റ്റ്യൻ ഇസ് debridement of necrotic infected tissue. അപ്പോൾ എന്തല്ല 10061 42 അല്ല. So the answer is 11004. Okay, so this is the debridement of a necrotizing tissue. ഇനി 11043 debridement muscle or fascia, and for each square centimeter they have given. The next is debridement bone. ഇനി paring or cutting. Paring or cutting of benign hyperkeratotic lesion, single lesion for 2 to 4. Each lesion ആണ് ഇവിടെ 11055. So first lesion 11055 ആണ്. 2 to 4 lesion ആണെങ്കിൽ 56ഉം more than 4 ആണെങ്കിൽ 57 ആണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ബയോപ്സി സ്കിൻ 11100. ഓക്കെ, ഇപ്പോൾ ബയോപ്സി മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ we have to use these codes. Removal of skin tag. So up to including 15. 11200. 15 കഴിഞ്ഞാൽ ഓരോ 10 ലീഷൻ അല്ലെങ്കിൽ ഓരോ ലീഷനും 15 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then we are using 11201. So an example, the patient is here to see us about some skin tags on her neck and both underarms. She has had this lesion for some time. They are irritated by her clothing, itch and at times have a burning sensation to them. We discussed treatment option along with the risk. Informed consent was obtained and we proceeded. We removed 16 skin tag from the right axilla, 16 skin tag from the left axilla, 10 from right side of the neck, 17 from the left side of the neck. What are the codes? അപ്പോൾ എന്താണ് ഇവിടെ? സ്കിൻ ടാഗ് റിമൂവൽ ആണ്. വാട്ട് ഈസ് 11057? പാറിംഗ് ഓർ കട്ടിംഗ് അല്ല, ഇവിടെ സ്കിൻ ടാഗ് റിമൂവൽ ആണ്. സോ ഓപ്ഷൻ എ നമ്മൾ റിമൂവ് ചെയ്യണം. Then we have 11200 റിമൂവൽ ഓഫ് ദ സ്കിൻ ടാഗ്. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? എത്ര ലീഷൻ എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 16 സ്കിൻ ടാഗ് റൈറ്റ് ആക്സില, 16 സ്കിൻ ടാഗ് ലെഫ്റ്റ് ആക്സില, 10 right side of the neck, 17 left side of the neck. അപ്പോൾ ടോട്ടൽ 59 ആണ് സ്കിൻ ടാഗ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 15 എണ്ണം 11200, നെക്സ്റ്റ് 10 11201. So up 59 we have using 11201 for 5 times. So 11200 and 11201 into 5. നമുക്ക് കുറച്ച് നേരത്തെ പഠിച്ചു ഒരു ആഡ് ഓൺ കോഡ്. ആഡ് ഓൺ കോഡ്, അതായത് പ്ലസ് സൈനുള്ള കോഡിന്റെ കൂടെ നമ്മൾ ഒരിക്കലും 51 മോഡിഫയർ യൂസ് ചെയ്യുന്നില്ല. ആൻഡ് നെക്സ്റ്റ് അഗെയിൻ സെയിം, അതായത് നമ്മളിവിടെ 52 മോഡിഫയർ ആയാലും 51 മോഡിഫയർ ആയാലും എന്തിന്റെ കൂടെ യൂസ് ചെയ്യില്ല? ആഡ് ഓൺ കോഡിന്റെ കൂടെ യൂസ് ചെയ്യുന്നില്ല. സോ വി ആർ റിമൂവിങ് ബി ആസ് വെൽ ആസ് സി. അപ്പോൾ നമുക്ക് ബാക്കി ഡി മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഷേവിംഗ് ഓഫ് എപ്പിഡെർമൽ ഓർ ഡെർമൽ ലീഷൻ
Shaving is the sharp removal by transverse incision or horizontal slicing to remove the epidermal and dermal lesion without a full thickness dermal excision. And this include local anesthesia, chemical or electrocauterization of the wound. അപ്പോൾ ഷേവിംഗ് കോഡ് സ്റ്റാർട്ട്സ് വിത്ത് 11300. അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? The terms, that means area, എവിടെയാണ് ഷേവ് ചെയ്യുന്നത്, trunk, arms or legs, അതാണ് ഈ സെറ്റ് കോഡ്സ്. Now next is excision of benign lesion. What is excision? This is a full thickness removal of lesion. അപ്പോൾ നമ്മൾ ഷേവിങ്ങിന് പറഞ്ഞു it is not a full thickness removal of lesion, but here this is a full thickness removal of a lesion, including margin and include simple or non-layered closure when performed. So നമ്മൾ closure കുറച്ച് കഴിഞ്ഞ് പഠിക്കും. A closure, that is a simple closure, is also included in excision. Report separately each benign lesion exercise. ഓരോ benign lesionഉം എക്സസൈസ് ചെയ്തത് നമ്മൾ സെപ്പറേറ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എന്താണ് benign lesion, എന്താണ് malignant lesion? ടെക്സ്റ്റിൽ തന്നെ നമുക്ക് എക്സാമ്പിൾ കാണാം. benign lesion എന്ന് പറയുന്നത് neoplasm, cicatricial, fibrous, inflammatory, congenital, cystic lesion. All these lesions are included in benign lesion. Malignant lesion എന്ന് പറയുമ്പോൾ basal cell carcinoma, squamous cell carcinoma, melanoma, etc. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ എക്സിഷൻ ഡയാമീറ്റർ കണ്ടുപിടിക്കുന്നത്? ലീഷൻ പ്ലസ് മാർജിൻ. അപ്പോൾ ഇവിടെ ലീഷൻ എത്രയാ? ഹിയർ ലീഷൻ is 1 cm. Margin is 2 cm. So what is the equation? Lesion plus 2 into margin. This is the margins. അപ്പോൾ ലീഷൻ 1 cm, മാർജിൻ 2 into margin, that is a 2. അപ്പോൾ എത്ര വരാം? 1 plus 4, that is equal to 5. So excised diameter is 5 cm. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലീഷൻ 2 cm, മാർജിൻ 0.2 cm. So lesion plus 2 into margin, അപ്പോൾ 2 into 0.2 is 0.4. So lesion 2 plus 0.4, it is 2.4. Now these are the codes. About trunk, arms, legs. Here we should note that arms or legs, adile hands, feet included alla. Hands and feet we have another set of codes. So malignant lesion also same. This is based on excised diameter. So excised diameter എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അത് വെച്ചിട്ടാണ് നമ്മൾ കോഡുകൾ യൂസ് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. So next is debridement of nail 11720 and 721. Avulsion of nail plate 11730. These code sets are also related with nail. Insertion, non-biodegradable drug delivery implant, removal with reinsertion. Now this is an important part, that is a repair or closure. But 3 types of repair under: simple, intermediate and complex. എന്താണ് simple repair? This used when the wound is superficial. Superficial എന്ന് പറഞ്ഞാൽ primarily epidermis or dermis or subcutaneous tissue. There is no involvement, without much significant involvement of deep structure. അപ്പോൾ deep structure ഒന്നുമില്ല, epidermis, dermis കൂടി വന്ന subcutaneous tissue. Also this requires simple one-layer closure. That's enough. And this include local anesthesia and chemical or electrocauterization of wounds not closed. For closure with adhesive strip ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ENM കോഡ് ഉപയോഗിക്കേണ്ടതാണ്. So these are the simple repair code. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ട്രങ്ക് എക്സ്ട്രീമിറ്റീസ് എന്ന് പറയുന്നത്, അതായത് ഹാൻഡ്സ്, ആംസ്, ഫീറ്റ് എല്ലാത്തിനും ഒരു കോഡാണ് യൂസ് ചെയ്യുന്നത്. Next is intermediate repair. This include repair of wound that in addition to above, simple repair plus layer closure. But sometimes question layer closure എന്ന് പറയാം. layer closure എന്ന് പറഞ്ഞാൽ എന്താണ്? Intermediate repair ആണ്.
So this require layer closure of one or more of deep layers of subcutaneous tissue and superficial fascia, in addition to skin closure. Single layer of closure of heavily contaminated wound. അപ്പോൾ വേറൊരു ടേമാണ് ഇന്റർമീഡിയറ്റ് റിപ്പയറിന് നമ്മൾ ലെയർ ക്ലോഷർ എന്ന് പറയും. മാത്രമല്ല സിംഗിൾ ലെയർ ക്ലോഷർ ഓഫ് ഹെവിലി കണ്ടാമിനേറ്റഡ് wound that require extensive cleaning or removal of particulate matter is also constitute intermediate repair. So നമ്മൾ ഇന്റർമീഡിയറ്റ് റിപ്പയർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റിപ്പയർ ക്വസ്റ്റ്യനിൽ നന്നായി നോക്കണം വെദർ ലെയർ ക്ലോഷർ ടേം ഇസ് ദ ഓർ ഹെവിലി കണ്ടാമിനേറ്റഡ് വൂണ്ട്, സിംഗിൾ ലെയർ ക്ലോഷർ എല്ലാം നോക്കണം. സിംഗിൾ ക്ലോഷറും സിംഗിൾ ലെയർ ക്ലോഷർ ബോത്ത് ആർ ഡിഫറെന്റ്. സിംഗിൾ ലെയർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ റിപ്പയർ ആണ്. ബട്ട് സിംഗിൾ ലെയർ ക്ലോഷർ ഓഫ് ഹെവിലി കണ്ടാമിനേറ്റഡ് വൂണ്ട് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് റിപ്പയർ ആണ്. These are the intermediate repair, but here this is excluding hands and feet. Okay, അപ്പോൾ ഇന്റർമീഡിയറ്റ് റിപ്പയർ എക്സ്ട്രിമിറ്റി, അതായത് ആംസ് ആൻഡ് ലെഗ്സിന് ഒരു കോഡാണ്, ഹാൻഡ്സ് ആൻഡ് ഫീറ്റിന് വേറെ കോഡാണ്. ആൻഡ് തേർഡ് സെറ്റ് റിപ്പയർ ആണ് കോംപ്ലക്സ് റിപ്പയർ. എന്താണ് കോംപ്ലക്സ് റിപ്പയർ? ദിസ് റിക്വയർ മോർ ദാൻ ലെയർഡ് ക്ലോഷർ. ലെയർഡ് ക്ലോഷർ എന്ന് പറയുകയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണ്. ലെയർ ക്ലോഷർ മാത്രം പോരാ, അതിനും കൂടുതൽ വേണ്ടതാണ് എന്ത്? കോംപ്ലക്സ് റിപ്പയർ. എക്സാമ്പിൾ സ്കാർ റിവിഷൻ, ഡിബ്രൈഡ്മെന്റ്. എക്സാമ്പിൾ ട്രോമാറ്റിക് ലാസറേഷൻ ഓർ എവൽഷൻ, എക്സ്റ്റെൻസീവ് അണ്ടർമൈനിങ് സ്റ്റെന്റ് ഓർ റിട്ടൻഷൻ സ്യൂച്ചർ. ഈ എല്ലാത്തിനും എന്ത് വേണം? കോംപ്ലക്സ് റിപ്പയർ ആണ് വേണ്ടത്. നെസസറി പ്രിപ്പറേഷൻ ഇൻക്ലൂഡ് ക്രിയേഷൻ ഓഫ് എ ഡിഫെക്ട് ഫോർ റിപ്പയർ, ദാറ്റ് ഈസ് എക്സിഷൻ ഓഫ് എ സ്കാർ റിക്വയറിംഗ് കോംപ്ലക്സ് റിപ്പയർ ഓർ ഡിബ്രൈഡ്മെന്റ് ഓഫ് ദ കോംപ്ലിക്കേറ്റഡ് ലാസറേഷൻ ഓർ എവൽഷൻ. Complex repair does not include excision of benign or malignant lesion. അപ്പോൾ benign or malignant lesionൽ simple repair is included, but complex repair is not included. അപ്പോൾ കോംപ്ലക്സ് റിപ്പയർ ഉണ്ടെങ്കിൽ നമ്മൾ എക്സിഷൻ ഓഫ് ബിനൈൻ മാലിഗ്നന്റ് ലീഷൻ നമ്മൾ അഗെയിൻ കോഡ് ചെയ്യേണ്ടതാണ്. So these are the complex repair. Again, hands and feet have different set. Simple repair ന് മാത്രമേ hands and feet extremitiesൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. So an example, doctor just removed a 4.5 centimeter, that is the excised diameter cystic lesion from Amy's forehead. But excised diameter is given. The ulcerated lesion was anesthetized, 20 mg of lidocaine and then elliptically excised. The wound was closed with a layered suture technique and a sterile dressing applied. The wound closure according to Dr. Just documentation was 5.3 centimeter. How would you report the procedure? അപ്പോൾ ഇവിടെ രണ്ട് സെറ്റ് കോഡാണുള്ളത്. അതായത് 114 സീരീസ് മീനിങ് ബിനൈൻ ആൻഡ് 116 മീനിങ് മാലിഗ്നന്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ മാലിഗ്നന്റ് ആണോ ബിനൈൻ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? സിസ്റ്റിക് ലീഷൻ. അപ്പോൾ നമ്മൾ ബിനൈനിൽ നോക്കുകയാണെങ്കിൽ നിയോപ്ലാസം, സിക്കാൻട്രിക്കൽ, ഫൈബ്രസ്, ഇൻഫ്ലമേറ്ററി, കൺജനൈറ്റൽ, സിസ്റ്റിക് ലീഷൻ. സോ സിസ്റ്റിക് ലീഷൻ ഇസ് എ ബിനൈൻ ലീഷൻ. അപ്പോൾ ഇതെന്താണ്? ബിനൈൻ ലീഷൻ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് എ മാലിഗ്നൻസി question. So we can remove B. So നമ്മൾ 116 സീരീസ് ആണ് എന്ത്? മാലിഗ്നന്റ് ലീഷൻ. ബട്ട് ഇവിടെ സിസ്റ്റിക് ലീഷൻ ബിനൈൻ ലീഷൻ ആയതുകൊണ്ട് നമ്മൾ B റിമൂവ് ചെയ്യാണ്. Now we have got two codes, that is A and C. 1144. What is 11446? 11446 എന്ന് വെച്ചാൽ എക്സൈസ് ഡയമീറ്റർ ഓവർ 4 സെന്റിമീറ്റർ. സോ പഠിച്ചു എക്സൈസ് ഫോർ ഹെഡ് ആണ്. അപ്പോൾ എക്സൈസ് ഡയമീറ്റർ ഇസ് ഓവർ 4.5 സെന്റിമീറ്റർ. 11446 ആണ്. ബട്ട് വി ഹാവ് ടു മോർ സെറ്റ്, ദാറ്റ് ഇസ് 12053 ആൻഡ് 12013. അപ്പോൾ നെക്സ്റ്റ് റിപ്പയർ എന്താന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതായത് ദ വൂണ്ട് വാസ് ക്ലോസ്ഡ് വിത്ത് എ ലെയേർഡ് സ്യൂച്ചർ ടെക്നിക്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 12053യും 13 എന്ന് പറയുന്നത് സിമ്പിൾ റിപ്പയർ ആണ്. ബട്ട് ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ എന്താ കൊടുത്തിട്ടുള്ള ലെയേർഡ് സ്യൂച്ചർ ടെക്നിക്. ഇപ്പം ഇന്റർമീഡിയറ്റ് റിപ്പയറിൽ വി ക്യാൻ സി ലെയേർഡ് ക്ലോഷർ. ലെയേർഡ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് റിപ്പയർ ആണ്, നോട്ട് എ സിമ്പിൾ റിപ്പയർ. സോ വി ആർ റിമൂവിങ് 12013 ഉള്ളത്, അതായത് സി വി ആർ റിമൂവിങ്. അപ്പോൾ നമുക്ക് എ മാത്രമേ ഉള്ളൂ. അപ്പോൾ എ 11446 is for benign lesion and 12053 എന്താണ്? It is the intermediate repair 5.1 cm to 7.5. അപ്പോൾ the wound closure according to Dr. Jess is
documentation was 5.3 centimeter. അപ്പോൾ നമ്മൾ ലീഷൻ ആണ് എന്ത് എക്സൈസ് ഡയമീറ്റർ നോക്കുന്നത്. ഈ റിപ്പയറിന് നമ്മൾ നോക്കുന്ന വൂണ്ട് ക്ലോഷർ. Okay, and we can see a modifier 51. എന്തുകൊണ്ടാണ് a physician perform 2 or more surgical service. ഒരു ട്രീറ്റ്മെന്റ് സെക്ഷനിൽ ബിനൈൻ ലീഷന്റെ എക്സിഷനും റിപ്പയർ ഇന്റർമീഡിയറ്റ് റിപ്പയറും ചെയ്തു. അപ്പോൾ 2 service were done by the physician. So we are using the modifier 51 with 12053. Answer is A, 11446 and 12053 with modifier 51. Okay, one more example. 46-year-old female had a previous biopsy that indicated positive margin anteriorly on the right side of her neck. 0.5 centimeter margin was drawn out and a 15-plate scalpel was used for full excision of an 8 centimeter lesion. Light undermining of all margins were performed along with layered closure. The specimen was sent for permanent histopathologic examination. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണോ, ഇവിടെ എന്താ കോഡ് കൊടുത്തിട്ടില്ലേ 11426 ആൻഡ് 116, അതായത് ബിനൈൻ ആണോ മാലിഗ്നന്റ് ആണോ. പോസിറ്റീവ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, is a malignancy case. So anyway, we have to find what? Excised diameter. The lesion is 8 cm and margin is 0.5. So our equation is lesion plus margin into lesion 8 and margin 0.5 into 2. That is 8 plus 1 equal to 9 cm excised diameter. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു പോസിറ്റീവ് കേസ് ആണ്. പോസിറ്റീവ് മാർജിൻ ദാറ്റ് ഈസ് എ മാലിഗ്നന്റ് കേസ് ആണ്, നോട്ട് എ ബിനൈൻ വൺ. സോ വി ആർ റിമൂവിങ് എ ആൻഡ് ഡി. നൗ വി ഹാവ് സി ആൻഡ് ബി. ഇപ്പോൾ രണ്ടും ഒരേ കോഡാണ്, ദാറ്റ് ഈസ് 11626 ആണ്. സോ 11626 excised diameter is 9 centimeter. So 11626 9 centimeter ആവുമ്പോൾ 11626 this is excised diameter over 4 centimeter. Now we are having one more code. എന്താണ് 12044. What is 12044? Intermediate repair. Here we can see performed along with layered closure. പഠിച്ചു layered closure എന്ന് പറഞ്ഞാൽ intermediate repair ആണ്. അപ്പോൾ 12044 എന്ന് വെച്ചാൽ എന്താണ് 7.6 centimeter 12.5 എന്ന് പറഞ്ഞു 9 centimeter ആണ് excised diameter. So the answer is C, 11626 and 12044 with modifier 51. ഇപ്പോൾ രണ്ട് പ്രൊസീജിയർ ഉണ്ട്, ഒന്ന് എക്സിഷൻ ഒന്ന് റിപ്പയർ, അതുകൊണ്ടാണ് നമ്മൾ 51 മോഡിഫയർ യൂസ് ചെയ്യുന്നത്.